വളരെ വിശ്വസ്തയോടെ ഞാൻ ഈ വിഷയം ലോക സംഭവങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഈ 3 രാത്രികളിൽ വിലയിരുത്താൻ പോവുകയാണ്. ഇന്ന് തുടർമാനമായ യുദ്ധങ്ങൾ ലോകത്തിൻ്റെ നാനാകോണിൽ നടക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇസ്രയേലും അമേരിക്കയും ഇറാനോടുള്ള യുദ്ധം, പാകിസ്ഥാന് അടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ യുദ്ധങ്ങൾ നടക്കുകയും ഈ മധ്യപൂർവ്വദേശത്തിലെ യുദ്ധം കഴിഞ്ഞ നാളുകളിൽ ഒന്നും നടക്കാത്ത പോലെ അനേക രാജ്യങ്ങളിലേക്ക് വ്യാപരിച്ച ഒരു യുദ്ധമാണ്. ഇതൊരു ലോകമഹായുദ്ധമായി തീരുമോ എന്ന് പലരും സംശയിച്ചു, ഇന്നും സംശയിക്കുന്നു. അമേരിക്ക അണുബോംബ് ഉപയോഗിക്കുമോ? കാരണം ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചു, ഒരു സംസ്കാരം ഞാൻ ഇല്ലാതാക്കും. മനുഷ്യൻ വളരെ ഭയമുളവാക്കുന്നൊരു അവസ്ഥയിൽ കഴിയുകയാണ്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയം ഞാൻ ബഹ്റിൻ്റെ പ്രദേശത്താണ്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. എയർപോർട്ട് അടച്ചു. അവിടെ എയർപോർട്ടിൽ അവർ മിസൈൽ അയച്ച് ഡ്രോണുകൾ അയച്ച് ആ എയർപോർട്ടൊക്കെ അടച്ചു. അവിടെ ഒരു എയർപോർട്ടേ ഉള്ളൂ ബഹ്റിനിൽ. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരു മാർഗവുമില്ല. ഞാൻ ബാംഗ്ലൂരിലും മറ്റ് പല സ്ഥലങ്ങളിൽ ഒരുപാട് മീറ്റിംഗ് ഏറ്റെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിലൊക്കെ സഭകൾ ചേർന്നുള്ള വലിയ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എങ്ങനെങ്കിലും വന്നു പറ്റിയേ ഒക്കുള്ളൂ. അവസാനം ബൈ റോഡ് സൗദി അറേബ്യയിൽ വന്ന് അവിടെ നിന്ന് ഒരു ചാർട്ടേഡ് ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റിന് 2 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നാട്ടിൽ വന്ന് പറ്റാനായിട്ട് സാധിച്ചു. ഒരു യുദ്ധമുഖത്തിൽ എന്താണ് അനുഭവം എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. മധ്യപൂർവ്വദേശത്തിലെ മിക്ക രാജ്യങ്ങളും ആ യുദ്ധത്തിൻ്റെ കെടുതിയിൽ കഴിയുകയാണ്. ഇന്നും അതിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ലേ. എൻ്റെ മകളും കുടുംബവും ബഹ്റിനിൽ ഇപ്പോഴും ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുമായി. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വിധത്തിൽ മനുഷ്യൻ ഒരിക്കലും നിരൂപിക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ച് നമ്മുടെ അടുക്കളയിലെ ഗ്യാസിന് വരെ ലോകവ്യാപകമായി പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ എന്താണ്? ഒരു 3-4 ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ഒരു സംശയം മനുഷ്യ മനസ്സിലുണ്ടായി. ഞാൻ ഈ രാത്രികളിൽ ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ആ വിഷയങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പ്രാരംഭമായ ഒരു വാക്യം വായിച്ച് ഞാൻ തുടങ്ങാം. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ മീഡിയയിലൂടെ ഒക്കെ എന്നെ കേൾക്കുന്നവരുടെ ആത്മിക നിലവാരം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ കട്ടിയായ ആഹാരമുണ്ട്. ഈ കട്ടിയായ ആഹാരത്തിൽ ഒന്നാണ് ബൈബിളിൻ്റെ പ്രവചന വിഷയങ്ങൾ. നമ്മൾ ഓർക്കണം, വേദപുസ്തകം അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അങ്കുരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. യെശയ്യാവ് 34-ന്റെ 16-ാമത്തെ വാക്യം. ബൈബിൾ ഉള്ളവരെൻ്റെ മുന്നിലുണ്ട്, ബൈബിൾ ഇല്ലാത്തവരുണ്ട്. ഏതായാലും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. യെശയ്യാവ് 34-ന്റെ 16-ാം വാക്യം ദൈവം പറയുന്ന വാക്കാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. മനുഷ്യ മനസ്സിൽ സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പരിണിത ഫലം? ഒരു 3-4 ലോകയുദ്ധം നടക്കുമോ? അനേക ചോദ്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക. ബൈബിളിന് ദൈവം കൊടുത്ത പേരാണ് യഹോവയുടെ പുസ്തകം. യഹോവ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. ദൈവത്തിന് പല പേരുകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. അതിൽ ഒരു പേര്, ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നൊരു പേരാണ് യഹോവ എന്ന വാക്ക്. ഞാൻ ഒരുപാട് പറയാതെ അതിൻ്റെ അർത്ഥം മാത്രം ഒന്ന് പറയട്ടെ. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം
നിത്യനായി നിലകൊള്ളുന്നവൻ എന്നാണ്. നിത്യനായി നിലകൊള്ളുന്നവൻ, മാറ്റമില്ലാത്തവൻ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, മനുഷ്യന് സമയത്തിൻ്റെ പരിധിയുണ്ട്. അവന് ഇന്ന് നടന്നതും ഇന്നലെയുള്ളതും പറയാൻ കഴിയും, ഭാവി പറയുവാൻ മനുഷ്യന് സാധ്യമല്ല. നാളെ എന്ത് നടക്കും, 100 വർഷം കഴിയുമ്പോൾ എന്ത് നടക്കും, 5 വർഷം കഴിയുമ്പോൾ എന്ത് നടക്കും, മനുഷ്യന് പറയുവാൻ പ്രാപ്തിയില്ല. എന്നാൽ ആരംഭത്തിൽ അവസാനം അറിയുന്ന, സമയത്തിന് അതീതനായ നിത്യനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഒന്നും മറവല്ല. ആ ദൈവം തൻ്റെ പുസ്തകത്തിന് കൊടുത്ത പേരാണ് യഹോവയുടെ പുസ്തകം, നിത്യനായവൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ മനുഷ്യന് വേണ്ടതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ദൈവം നമ്മോട് പറഞ്ഞു, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ചു നോക്കണം. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, ഈ പുസ്തകം നമ്മുടെ കരങ്ങളിൽ തരാൻ ദൈവം 40 എഴുത്തുകാരെ ഉപയോഗിച്ചു. നിങ്ങൾ ഓർക്കണം, ആദ്യത്തെ ഗ്രന്ഥം തുടങ്ങി അവസാനത്തെ ഗ്രന്ഥം വരെ എഴുതി തീർക്കാൻ 1600 വർഷമെടുത്തു. അയ്യോ, എന്തൊരത്ഭുതമാണ്! നമ്മുടെ കൈകളിലിരിക്കുന്ന ബൈബിളിൻ്റെ വിലയൊന്ന് ചിന്തിക്കുക. 1600 വർഷം കൊണ്ട് 40 വ്യത്യസ്ത എഴുത്തുകാരെ കൊണ്ട് ദൈവം എഴുതി പൂർത്തീകരിച്ചതാണ് ഈ വിശുദ്ധ ബൈബിൾ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ എഴുത്തുകാർ അന്യോന്യം കണ്ടിട്ടില്ലേ? അവർ അന്യോന്യം ആശയവിനിമയം നടത്തിയിട്ടില്ല. ഒരാൾ എഴുതിയത് മറ്റേയാൾ കണ്ടിട്ടില്ല. ഈ 40 എഴുത്തുകാരെ കൊണ്ട് 66 ഗ്രന്ഥങ്ങൾ ദൈവം എഴുതിച്ച് പരിശുദ്ധാത്മാവ് അത് ഒന്നിച്ചുകൂട്ടി ഒരു ഗ്രന്ഥമായി നമ്മുടെ കരത്തിൽ തന്നപ്പോൾ ഇത് ദൈവവചനമാണ് എന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്ന ഏറ്റവും വലിയ തെളിവ്, ഒന്നിൻ്റെ പൂരിതമാണ് മറ്റൊന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 പേരെ വിളിച്ചവരുടെ തിരുത്തിയിട്ട് ഒരു വിഷയം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ 10 പേരും 10 വിധത്തിൽ എഴുതുകയുള്ളൂ. എന്നാൽ ഈ ഗ്രന്ഥം ഒന്ന് നോക്കിയേ, 40 എഴുത്തുകാർ അന്യോന്യം കണ്ടിട്ടില്ലേ? അനേക തലമുറകളുടെ അന്തരങ്ങളിൽ ജീവിച്ചവരാണ്, ആശയവിനിമയം നടത്തിയിട്ടില്ലേ? അവർ രേഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തിയപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതുപോലെ ആ ഗ്രന്ഥം ഇരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? 2 തിമോഥെയോസ് 3:16. ഞാൻ എല്ലാം വായിക്കുന്നില്ല, സമയം എൻ്റെ മുന്നിലുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമാണ് എല്ലാ തിരുവെഴുത്തും. ഈ ബൈബിളിൻ്റെ ആദ്യത്തെ വരി തുടങ്ങി അവസാനത്തെ വരി വരെ ദൈവശ്വാസീയമാണ്. നാം വീണ്ടും പത്രോസ് രേഖപ്പെടുത്തി 2 പത്രോസ് 1:21 ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവാത്മാവിനാൽ അവർ മുന്നോട്ട് നയിക്കപ്പെട്ടു എഴുതുവാൻ ആത്മപ്രേരിതരായി എഴുതുകയായിരുന്നു. അവർ വെറും എഴുത്തുകാരാണ്, ദൈവമാണ് എഴുതുവാൻ പറഞ്ഞു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ വിധത്തിൽ എഴുതിയ 66 ഗ്രന്ഥത്തിൽ 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. ഈ 66 ഗ്രന്ഥത്തിൽ 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. 17 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 1 പുസ്തകം പുതിയ നിയമത്തിലും പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. മറ്റ് ഗ്രന്ഥങ്ങളിലും പ്രവചന വിഷയങ്ങളുണ്ട്. എന്താണ് ഈ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ? ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ ഭാവിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിഞ്ഞുകൂടാ, നാളെ എന്ത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, 100 വർഷം കഴിയുമ്പോൾ എന്ത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം, അവയിലൊന്നും കാണാതിരിക്കില്ലേ. പ്രിയപ്പെട്ട കേൾവിക്കാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വളരെ വിനയമായി ഞാൻ എടുത്തു പറയട്ടെ, ഈ ഗ്രന്ഥത്തിൽ പ്രവചന വിഷയങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നു. എന്തിനാ ഇത്രയും പ്രവചനങ്ങൾ പറഞ്ഞത്? ഏതാണ്ട് 30% ബൈബിൾ എഴുതിയത് പ്രവചന രൂപേണയാണ്. ഈ പ്രവചനങ്ങൾ എന്തിനാണ് ദൈവം രേഖപ്പെടുത്തി തന്നത്? ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് ഭാവി അറിയുവാൻ വലിയ ജിജ്ഞാസയാണ്. വരാനുള്ളതിനെ കുറിച്ച് അറിയുവാൻ അവന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ
ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ദൈവം എഴുതിയതാണ്, തന്നതാണ് ഈ പ്രവചന വിഷയങ്ങൾ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 45 അധ്യായം എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 45:11 വാക്യം നോക്കിക്കാട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. സ്തോത്രം. ദൈവം പറയുകയാണ്, വരാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുക. ഞാൻ പറയാം, എൻ്റെ പുസ്തകത്തിൽ നോക്കുക, നിങ്ങളൊന്നും കാണാതിരിക്കില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ മുഖവുര ഞാൻ അങ്ങ് വിടാം, അല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോകത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ അവയ്ക്കെതിരോ അനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ വേദപുസ്തകത്തിൽ ബൈബിളിൽ മാത്രം എന്താണ് ഈ പ്രവചനങ്ങൾ കാണുന്നത്? മറ്റ് ഗ്രന്ഥങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രവചന വിഷയങ്ങൾ കാണാത്തത്? ഒരു വാക്യം നോക്കിക്കാട്ടെ. 41 അധ്യായം നോക്കിക്കാട്ടെ. യെശയ്യാ പ്രവചനം 41 അധ്യായം. ദൈവം വെല്ലുവിളിക്കുകയാണ്, ദേവന്മാരെ വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയാ വെല്ലുവിളിക്കുന്നത് നോക്കിക്കാട്ടെ. യെശയ്യാവ് 41:21 തൊട്ട്, നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിനെന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ചതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്നവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. 23 വാക്യം നോക്കിയേ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഒരു ചുവന്ന മഷി എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നിങ്ങൾ ദേവന്മാരെന്ന് അറിയേണ്ടതിന് വരുവാനുള്ളത് പ്രസ്താവിക്കുക. സമയത്തിന് അധീനനായ ഒരുവന് മാത്രമേ വരാനുള്ളത് പ്രസ്താവിപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവമാണോ? നിങ്ങൾ ദൈവമാണെങ്കിൽ ഭാവിയെക്കുറിച്ചൊന്ന് പറഞ്ഞേ. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കരങ്ങളിൽ തന്ന ഈ വിശുദ്ധ ബൈബിൾ ദൈവവചനമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ബൈബിളിൽ കാണുന്ന പ്രവചന വിഷയങ്ങളാണ്. നമ്മൾ ഓർക്കുക, ഈ ബൈബിളിൻ്റെ അവസാനത്തെ വരികൾ എഴുതിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷങ്ങളായി. അതിൻ്റെ ശേഷം ഒന്നും അതിനോട് ചേർത്തിട്ടില്ല. പഴയ നിയമം രേഖപ്പെടുത്തിയത് ഏതാണ്ട് 2400 വർഷങ്ങൾക്ക് മുമ്പ്, പുതിയ നിയമം എഴുതി പൂർത്തീകരിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2500-3000 വർഷം മുമ്പ്. ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും? എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? ഒരു സർവജ്ഞാനിയായ ദൈവം, സമയത്തിന് അതീതനായ ദൈവം, നിത്യനായ ദൈവം, ആ ദൈവത്തിന് മാത്രമേ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ബൈബിളിൻ്റെ പ്രവചനങ്ങളെ അപഗ്രഥിക്കുവാൻ ഞാനും നിങ്ങളും കടംപെട്ടവരാണ്. ദൈവം നമ്മോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ വാക്ക് പറഞ്ഞു വിടാം, അല്ലാതെ സമയമില്ല. കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ വാച്ച് ആൻഡ് പ്രേ. ഉറക്കളിച്ചിരിക്കാനല്ല അവിടെ പറഞ്ഞത്. വാച്ച്. എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ വിലയിരുത്തണം. ചുറ്റുപാടുകളെ നോക്കണം, ലോക സംഭവങ്ങളെ വിലയിരുത്തണം. വാച്ച് ആൻഡ് പ്രേ. ലോക സംഭവങ്ങളെ നോക്കുവാൻ നമ്മൾ കടംപെട്ടവരാണ്. ലോക സംഭവങ്ങളെ വിലയിരുത്താൻ നമ്മൾ കടംപെട്ടവരാണ്. ഏറിയ പങ്കും ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ അടച്ച ഒരു പുസ്തകമാക്കി വച്ചിരിക്കുകയാണ്. അവരതിനെക്കുറിച്ച് അജ്ഞരാണ്. അവർ പറയും, ഇത് വലിയ കട്ടിയുള്ള ഭാഗമാണ്, ഗ്രഹിക്കാൻ സാധ്യമല്ല. ദൈവം അങ്ങനെയുള്ള കാര്യം നമുക്ക് തരുമോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ദൈവം തരുമോ? ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം വെളിപ്പെടുത്തിയത്. ഈ ബൈബിളിലെ പ്രവചനങ്ങളിൽ 3 കൂട്ടം ആളുകളെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. 3 കൂട്ടം ആളുകളെ കുറിച്ച്. ആരാണവര്?
1 കൊരിന്ത്യർ 10-ാം അധ്യായം എന്നെടുത്താട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. 3 കൂട്ടം ആളുകൾ, ലോക ജനതയെ ദൈവം 3ആയി തിരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10:32. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ദൈവം മാനവരാശിയെ 3ആയി തിരിച്ചിട്ടുണ്ട്. യഹൂദൻ, യവനൻ, ദൈവസഭ. എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, പഴയ നിയമ ഏടുകളിൽ യഹൂദനെ വേർതിരിച്ച ശേഷം 2 കൂട്ടം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് യഹൂദന്മാർ, യഹൂദരല്ലാത്തവർക്ക് പറയുന്ന പേരാണ് യവനന്മാർ അല്ലെങ്കിൽ ജാതികൾ. യഹൂദന്മാരും ജാതികളും ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അവൻ മരിച്ചുയർത്ത ശേഷം ഈ 2 കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് വേറൊരു കൂട്ടരെ അവൻ വാർത്തെടുത്തു. അവരുടെ പേരാണ് ദൈവസഭ. അവിടെ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. 1 കൊരിന്ത്യർ 12:13 നോക്കിക്കാട്ടെ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാറുമാകെ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. പുതിയ നിയമസഭ യഹൂദനെന്നുമില്ല, യവനനെന്നൊന്നുമില്ല. ഇവിടെ ജാതീയ വ്യത്യാസമില്ല, സ്ഥാന വ്യത്യാസമില്ല. പുതിയ നിയമസഭ. പഴയ നിയമേടുകളിൽ നമ്മൾ ഓർക്കണം, യഹൂദനും യവനനും അല്ലെങ്കിൽ യഹൂദന്മാരും യഹൂദരല്ലാത്ത ജാതികളും. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം അത് വിശ്വസിച്ച് അംഗീകരിച്ചവരിൽ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ടായി. യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടവരുണ്ട്, ജാതികൾ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടവരെ ഒന്നിച്ചു കൂട്ടി പറയുന്ന പേരാണ് ദൈവസഭ. ലോകത്തില് 3 കൂട്ടം ആളുകളുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ 3 കൂട്ടം ആളുകളിൽ ബൈബിളിൻ്റെ പ്രവചനങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ഈ 3 കൂട്ടരെ കുറിച്ചും പ്രവചനമുണ്ട്. എൻ്റെ മനസ്സ് ഈ 3 ഭാഗത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ പ്രേരണ തോന്നുന്നുണ്ട്. എനിക്ക് സമയത്തിൻ്റെ പരിധിയും അറിയാം. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ എടുത്ത വിഷയം കർത്താവിൻ്റെ 2ാം വരവും ലോക സംഭവങ്ങളുമാണ്. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ ലോക സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ, യഹൂദനെ നോക്കുമ്പോൾ, ജാതികളെ നോക്കുമ്പോൾ, ദൈവസഭയെ നോക്കുമ്പോൾ, ഈ 3 കൂട്ടരെയും അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. യേശുക്രിസ്തു മടങ്ങി വരാറായി, സഭയുടെ പണി പൂർത്തീകരിക്കാറായി. ഇവിടെ നിന്ന് ദൈവജനം ഏത് സമയത്തും മാറ്റപ്പെടാൻ സമയമായി. സഭയുടെ പണി ആരംഭിച്ചത് പെന്തിക്കോസ്ത് പെരുന്നാളിലാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആത്മസ്നാനത്താൽ ദൈവസഭ രൂപീകരിച്ചു. പിന്നീട് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവസാനം ഇതിൻ്റെ ഒരു പൂർത്തീകരണമുണ്ട്. ആ പൂർത്തീകരണം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരും. ആ ചേരുമ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരും. മധ്യാകാശത്തിൽ വച്ച് കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. വണ്ടർഫുൾ. കർത്താവ് പിതാവിന്റെ സന്നിധിയിലാണ്. അവിടെ നിന്ന് ഇറങ്ങി വരും. ഭൂമിയിലോട്ടല്ല വരുന്നത്, അവൻ ഇറങ്ങി വരും. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടർ മുകളിലോട്ട് പോകും. ആരാണ് മുകളിലോട്ട് പോകുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് മരിച്ചുപോയവരുണ്ട്. ഇവിടെ അനേകരും മരിച്ചു കിടപ്പുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും.
ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്. ആ രക്ഷിക്കപ്പെട്ടവർ രൂപാന്തരപ്പെടും. 1 Corinthians 15 അധ്യായത്തിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ within the twinkling of an eye, കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് രൂപാന്തരം പ്രാപിക്കും. ഈ ഉയർത്തെഴുന്നേറ്റവരോടൊത്ത് യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. നാം അവനെ കണ്ടുമുട്ടുവാൻ കരേറിപ്പോകും. ഈ പോക്കിന്റെ പേരാണ് ഉൽപ്രാവണം, റാപ്ചർ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അതെപ്പം വേണേലും നടക്കാം, എപ്പം വേണേലും നടക്കാം, ഏത് നിമിഷവും ഉൽപ്രാവണം നടക്കാം. ലോക സംഭവങ്ങൾ, പ്രവചന വിഷയങ്ങൾ, നിവൃത്തികൾ വളരെ വ്യക്തമായി, ശക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു. ഈ ഉൽപ്രാവണം ഏത് സമയവും നടക്കും. തിരിച്ച് വീട്ടിൽ നമ്മൾ ചെന്നു പറ്റുമോ എന്നറിയില്ലേ. കർത്താവിന് വരാം, തടസ്സമായിട്ടൊന്നുമില്ലേ. ആ കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കിനിടയിൽ നമ്മൾ ഇവിടെ നിന്ന് പോകും. സ്തോത്രം! എന്തൊരു പ്രത്യാശ, എന്തൊരു മഹത്വപൂർണമായ പ്രത്യാശ. നമ്മുടെ ഓർത്തും 3 കൂട്ടരുണ്ട്. യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ദൈവസഭയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ദൈവസഭയുടെ പണി എപ്പോഴാണ് തുടങ്ങിയത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് യഹൂദന്റെ മധ്യത്തിലോട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. മത്തായിയുടെ സുവിശേഷം നോക്കിയാട്ടെ, 10-ാം അധ്യായം എടുത്താട്ടെ. യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. 12 ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. എങ്ങോട്ടാ പറഞ്ഞയക്കുന്നത്? അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുവിൻ. തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് യഹൂദന്റെ മധ്യത്തിലോട്ടാണ്. അതിൻ്റെ മത്തായി തന്നെ 15-ാം അധ്യായം നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 15:24 വാക്യം നോക്കിയേ. അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശമര്യരുടെ അടുക്കലേക്കോ ജാതികളുടെ അടുക്കലേക്കോ കർത്താവ് പോയില്ല. കർത്താവ് ശിഷ്യന്മാരെ അങ്ങോട്ട് അയച്ചില്ല. കർത്താവ് ശിഷ്യന്മാരെ അയച്ചത് യഹൂദന്റെ മധ്യത്തിലാണ്. കർത്താവിന്റെ ശുശ്രൂഷ യഹൂദന്റെ മധ്യത്തിലാണ്. പിന്നെ എപ്പോഴാണ് ഈ ജാതികളുടെ അടുക്കൽ വന്നത്? റോമാലേഖനം ഒന്നെടുക്കാം. അതിൻ്റെ 11-ാം അധ്യായം ഒന്നെടുക്കാം. ഞാൻ ബൈബിളിൽ പരിചയമില്ലാത്തവർക്ക് ഒന്ന് ഓർപ്പിച്ചോട്ടെ. റോമാലേഖനം 9, 10, 11 3 അധ്യായങ്ങൾ. റോമർ 9, 10, 11 3 അധ്യായങ്ങൾ യഹൂദനുള്ള ബന്ധത്തിൽ പറയുകയാണ്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. അതിൽ 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമെന്ന് നോക്കാം. റോമാലേഖനം 11:15. അവരുടെ ഭ്രംശം, ആരുടെ? യഹൂദന്റെ ഭ്രംശം, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. കണ്ടോ? ഞാൻ വേറെ ഒരു വാക്യമെടുത്ത് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയാട്ടെ. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം നോക്കിയാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം. നമ്മൾ ഓർത്തു, ശിഷ്യന്മാരെ അയച്ചത് യഹൂദന്റെ മധ്യത്തിലോട്ടാണ്. കർത്താവ് ശുശ്രൂഷിച്ചത് യഹൂദന്റെ മധ്യത്തിലാണ്. ജാതികളുടെ അടുക്കലോട്ട് അയച്ചിട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നോക്കിയാട്ടെ. അതിന് 46-ാം വാക്യം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. വണ്ടർഫുൾ. നോക്കിയാട്ടെ,
ജാതികളിലേക്ക് തിരിയുന്നത് ഒരു പ്രത്യേക കാലഘട്ടം. എപ്പോഴാണ്? യഹൂദന്റെ തിരസ്കരണം. പൗലോസ് യഹൂദനോട് പ്രസംഗിച്ചു, പത്രോസ് യഹൂദനോട് പ്രസംഗിച്ചു, അവര് കൈക്കൊള്ളുന്നില്ല. നിങ്ങളോട് ആദ്യം ദൈവവചനം പറയേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങളതിനെ തെള്ളി നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, റോമർ 11:15 എന്താ വായിച്ചേ? അവരുടെ ഭ്രംശം, യഹൂദന്റെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ദം, അവരെ തള്ളിക്കളഞ്ഞത് ലോക ജനതയുടെ രക്ഷയ്ക്ക് കാരണമായി. എന്റെ മനസ്സ് വീണ്ടും പ്രേരണ തോന്നുന്നു അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാൻ. കർത്താവ് പറഞ്ഞൊരു ഉപമയെടുക്കാം. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. എല്ലാവരും വായിച്ചിട്ടുണ്ട്, പരിചയമുണ്ട്. മത്തായി 22. അവിടെ നിന്ന് ഈ സത്യം ഞാനെന്ന് ഓർപ്പിച്ചോട്ടെ. കർത്താവ് ഈ വിഷയം പറയുകയാണ്. അവിടെ എന്താ പറയുന്നത്? യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ സ്വർഗരാജ്യത്തിന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ചു രാജാവിനോട് സദൃശ്യം. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. എല്ലാവരെയും ക്ഷണിക്കാനല്ല പറഞ്ഞയച്ചത്. തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ ദാസന്മാരെ എല്ലാവരെയും ക്ഷണിക്കാനല്ല അയച്ചത്, ക്ഷണിച്ചവരെ വിളിക്കാനാണ്. മത്തായി 10 മത്തായി 15 നമ്മൾ വായിച്ചു, നിങ്ങൾ പോകേണ്ടത് കാണാതെ പോയ യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. ഇവിടെ നോക്കിക്കാട്ടെ, അവർക്ക് വരുവാൻ മനസ്സായില്ല. വീണ്ടും നോക്കിക്കേ 4-ാം വാക്യം. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റവൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. 3 പ്രാവശ്യം ക്ഷണിച്ചു. ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് പിതാവായ ദൈവം നേരിട്ട് ക്ഷണിച്ചതാണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അവരുടെ സന്തതികളെ വിളിക്കുവാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സില്ല. പിന്നെയും ദാസന്മാരെ അയച്ചു. കാളകളെ അറുത്തു, എല്ലാം ഒരുക്കി. കർത്താവിൻ്റെ ക്രൂശ് മരണശേഷം എല്ലാം ഒരുങ്ങിയ ശേഷം വീണ്ടും ശിഷ്യന്മാരെ പറഞ്ഞയച്ചു അവരുടെ അടുക്കലോട്ട്. അവർക്ക് വരാൻ മനസ്സില്ല. അവരത് വളരെ ലാഘവത്തോടുകൂടെ കണ്ടുവെന്ന് മാത്രമല്ല, അവിടെ വായിക്കുന്നു, തൻ്റെ ദാസന്മാരെ പിടിച്ച് അവർ കൊല്ലുവാൻ തുടങ്ങി. ക്ഷണിക്കാൻ അയച്ച ദാസന്മാരെ 6-ാം വാക്യം, ശേഷമുള്ളവന്റെ ദാസന്മാരെ അപമാനിച്ച് കൊന്നുകളഞ്ഞു. സ്തേഫാനോസിനെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു കൊന്നു. യാക്കോബിനെ എന്ത് ചെയ്തു? വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആരാണവര്? ഇവരുടെ അടുക്കൽ അയച്ചതാണ് അവരെ വിളിക്കാൻ. രാജാവ് ഒരുക്കിയ ആ കല്യാണ സദ്യയിൽ വന്ന് പങ്കെടുക്കാൻ ക്ഷണിച്ച് അയച്ചതാണ്. അവരെ പിടിച്ച് കൊന്നുകളഞ്ഞു. പിന്നെ നാം വായിക്കുന്നത് എന്താണ്? രാജാവ് കോപിച്ചു. 7-ാം വാക്യം, രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കുലപാതകന്മാരെ മുടിച്ചു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, AD 70 എന്ത് സംഭവിച്ചു? യെരുശലേം ചുട്ടു. റോമൻ സൈന്യം വന്ന് ചുട്ടു. ദേവാലയം തീ വെച്ച് നശിപ്പിച്ചു. അതിൻ്റെ ശേഷം നോക്കിയേ 8-ാം വാക്യം. അയ്യോ, നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം. 8-ാം വാക്യം നോക്കിയേ. പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. വണ്ടർഫുൾ. ക്ഷണിച്ചവർ യോഗ്യരായില്ല.
അവർക്ക് വരാൻ മനസ്സില്ല. അവർ തൻ്റെ ദാസന്മാരെ കൊല്ലാൻ തുടങ്ങി. ദൈവം എന്ത് പറഞ്ഞു? പോക, വഴിത്തലക്കലോട്ട് ഇറങ്ങുക. അവർ പോയി. എവിടെ പോയി? കൊരിന്തിയിൽ പോയി, അഥേനയിൽ പോയി, മാസിഡോണിൽ പോയി, ലോകത്തിന്റെ മ്ലേച്ഛത നിറഞ്ഞ പട്ടണങ്ങളിൽ പോയി. ആരെയാ ക്ഷണിച്ചത്? ഇവിടെ നോക്കിക്കേ, ഒരു വാക്കുണ്ട്. ഇവിടെ നോക്കിക്കേ, ആരെയാണ് വിളിച്ചത്? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം ക്ഷണിക്കാൻ തുടങ്ങി. കേട്ടോ? നല്ലവരെ മാത്രമല്ല, ദുഷ്ടന്മാരെയും ക്ഷണിക്കാൻ തുടങ്ങി. എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് എൻ്റെ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ വാളണ്ടിയേഴ്സായിട്ട് വന്നത് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. പ്രിസൺ ഫെലോഷിപ്പ്. അവരാണ് വാളണ്ടിയേഴ്സായിട്ട് നിന്നത്. 2-3 ദിവസത്തെ മീറ്റിംഗ്. ഞാനത് അവരോട് കുറച്ച് അടുത്തിടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ പലരും ജയിലിൽ കിടക്കുന്നത് കൊലപാതകികളായിട്ടാണ്. അവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് രാഷ്ട്രീയ കൊലപാതകം. ഞാൻ ബാക്കി ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നടത്തി ജയിലിൽ അകപ്പെട്ടു. അവിടെ വെച്ച് സുവിശേഷം കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു. ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, വേലിക്കലും വഴിത്തലയ്ക്കലും ചെന്ന് നല്ലവരെയും ദുഷ്ടന്മാരെയും ക്ഷണിക്കാൻ തുടങ്ങി. റോമർ 11:15 നമ്മൾ എന്താ വായിച്ചേ? അവരുടെ ഭ്രംശം യഹൂദനെ തള്ളിക്കളഞ്ഞത് ജാതികളുടെ രക്ഷയ്ക്ക് കാരണമായി. യഹൂദ രാഷ്ട്രം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. AD 70 റോമൻ സൈന്യാധിപനായി തീത്തോസ് അവിടം തീ കൊണ്ട് യെരുശലേം ദേവാലയമൊക്കെ ചുട്ടുകളഞ്ഞു. അവരെ ലോകത്തിൻ്റെ 4 ഭാഗത്തും ചിതറിച്ചു കളഞ്ഞു. AD 135 റോമൻ എംപറർ ഹേഡ്രിയൻ കൽപ്പന പുറപ്പെടുവിച്ചു, ജീവൻ വേണോ, ഇവിടെ നിന്ന് യഹൂദൻ പൊയ്ക്കോണം. അങ്ങനെ ഒരു യഹൂദനും പലസ്തീന്റെ മണ്ണിലില്ലാതെ പറിച്ചു കളഞ്ഞു. ലോകത്തിന്റെ 4 കോണിൽ അവരെ തള്ളിക്കളഞ്ഞു. ആ സമയത്ത് ദൈവം വേറൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. തൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് കടന്നു വരാം. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം നോക്കിക്കാട്ടെ. 15-ാം അധ്യായം അതിൻ്റെ 14 തൊട്ടുള്ള വാക്യം. സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചു. ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളൊക്കുന്നു. അനന്തരം സൗരന്മാരെ ആ വാക്ക് കണ്ടോ? അനന്തരം ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ വീണ്ടും പണിയും. യഹൂദനെ തള്ളിക്കളഞ്ഞു. ഇന്ന് ദൈവം എന്താ ചെയ്യുന്നത്? ജാതികളുടെ ഇടയിൽ നിന്ന് ഞാനും നിങ്ങളും ആരാണ്? നമ്മൾ യഹൂദരല്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരാണ്. നമ്മുടെ അടുക്കൽ സുവിശേഷം വന്നു, മിഷണറിമാർ ഇവിടെ വന്നു, നാം ഒക്കെ രക്ഷിക്കപ്പെട്ടു, നമ്മളെ കർത്താവിനെ സ്വീകരിച്ചു. അവരുടെ ഭ്രംശം ലോകത്തിലെ നിരപ്പിന് കാരണമായി. നല്ലവരെയും ദുഷ്ടന്മാരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെ നോക്കിയേ, ഇന്ന് നടക്കുന്ന പണി അതാണ്. ജാതികളുടെ മധ്യത്തിൽ നിന്ന് ഒരു ജനത്തെ ദൈവം എടുക്കുകയാണ്. എന്നാൽ ആ 16-ാമത്തെ വാക്യം അനന്തരം, ഇംഗ്ലീഷിൽ വായിച്ചാൽ ആഫ്റ്റർ ദിസ് ഐ വിൽ rebuild the fallen tabernacle of David. After this, after what? ജാതികളുടെ ഇടയിൽ നിന്ന് ഒരു ജനത്തെ ഞാൻ എടുക്കുകയാണ്. അവരുടെ സംഖ്യ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും യഹൂദനെ പണിയാൻ തുടങ്ങും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇനിയും വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. AD 70 രാജ്യം നശിപ്പിക്കപ്പെട്ട് കർത്താവ് പറഞ്ഞു, ലൂക്കോസ് 21, ഞാൻ വായിക്കാതെ പറയട്ടെ, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും.
അതിനെത്രയോ വർഷം മുമ്പ് മോശ പറഞ്ഞു, നിങ്ങളെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും. ആവർത്തനം 28:64 വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. യഹൂദനെ ലോകത്തിൽ മുഴുവൻ ചിതറിച്ചു. ഞാൻ ജീവിക്കുന്നത് കൊച്ചിയിലാണ്, എറണാകുളം. കൊച്ചിയിലും അവർ വന്ന് വാർത്തു. ഈ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് വാർത്ത യഹൂദൻ എങ്ങനെയാണ് കൊച്ചിയിൽ വന്ന് വാർത്തത്? എങ്ങനെയാ കൊച്ചി വന്നത്? ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമാണ് ഓസ്ട്രേലിയ. പ്ലെയിനിൽ പോകുമ്പോൾ തന്നെ എത്രയോ മണിക്കൂറിരുന്ന് വളരെ തളർന്നു പിടിച്ചാണ് അങ്ങ് ചെല്ലുന്നത്. കാരണം അതുപോലെ ദൂരമാണ്. അവിടെ ചെന്നപ്പോൾ കാണാം അവിടെയുണ്ട് യഹൂദന്മാർ. നിങ്ങൾ വാളിൻ്റെ വായ്ത്തിലാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങളെ ചിതറിക്കൊണ്ടുപോകും. അവരെ ലോകത്തിലാകമാനം ചിതറിച്ചു. എന്നാൽ അങ്ങനെ ഒരു രാജ്യമില്ലാതെ കിടന്നപ്പോൾ ദൈവം ദൈവസഭയുടെ പണി നടത്തുകയാണ്. തൻ്റെ നാമത്തിനു വേണ്ടി ജാതികളിൽ നിന്ന് ജനത്തെ എടുത്തുകൊള്ളുകയാണ്. എന്നാൽ ഈ ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 15 അതാ വായിച്ചത്. തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ എടുക്കുന്നു. അതിൻ്റെ ശേഷം ആഫ്റ്റർ ദിസ് ഐ വിൽ റീബിൽഡ് ദ ഫാളൻ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. എപ്പോഴാണ് പണിയുന്നത്? സഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ. ഇന്നെന്തുകൊണ്ടാണ് ഒരു യഹൂദ രാഷ്ട്രം? വൈ? ഇന്ന് അസാധ്യങ്ങളുടെ നടുവിൽ അസാധ്യം. നിങ്ങൾ ഓർക്കണം, പലസ്തീൻ്റെ ആ യഹൂദ രാജ്യം പറന്നു വീണിരിക്കുന്നത് 23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ നടുക്കാണ്. 23 ഇസ്ലാമിക് രാജ്യങ്ങൾ, അവരുടെ നടുക്ക് ഒരു കൊച്ചു പൊട്ടുപോലെ 470 കിലോമീറ്ററേ ഉള്ളൂ രാജ്യത്തിൻ്റെ നീളം. വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിൻ്റെ 2 ഡിസ്ട്രിക്റ്റിൻ്റെ വലുപ്പം കാണും. അവരെ കൊന്നൊടുക്കാൻ ചുറ്റും കിടക്കുന്നവർ നോക്കുകയാണ്. എത്ര യുദ്ധങ്ങളാണ് നടക്കുന്നത് അവരുള്ള ബന്ധത്തിൽ. അവരെന്താണ് ഇന്നും വിജയത്തിൻ്റെ കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയൊരു ചോദ്യചിഹ്നം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ബന്ധത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ യഹൂദൻ മടങ്ങി വന്നിരിക്കണം. കാലത്തിൻ്റെ അന്ത്യം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവാണ്. യേശുക്രിസ്തു മടങ്ങി വന്ന് ലോക സംഭവങ്ങൾ അവസാന നിമിഷങ്ങളിലേക്ക് മാറണമെങ്കിൽ യഹൂദൻ മടങ്ങി വന്നിരിക്കണം. അവർ മടങ്ങി വരുന്നത് സാധ്യമല്ലായിരുന്നു. ഞാൻ അതിൻ്റെ രക്തച്ചുരുക്കം പറയാം. കാരണം ഇന്ന് രാത്രിയിൽ അത് പറഞ്ഞ ശേഷം നാളെ തൊട്ട് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ളത് ചിന്തിക്കണം. ഞാൻ ഇന്നിത് പറയാതെ പോയാൽ പ്രിയപ്പെട്ട നിങ്ങൾക്ക് മറ്റുള്ളത് ഗ്രഹിക്കാൻ കഴിയില്ല. യെരമ്യാ പ്രവചനം എന്നെടുത്ത് ലോകത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന യഹൂദനുണ്ടല്ലോ, രാജ്യമില്ലാതെ കിടക്കുകയാണ്. 2000 വർഷമായി രാജ്യമില്ല, മടങ്ങി വരുവാൻ സാധ്യമല്ല. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു. യെരമ്യാവിനോട് പറഞ്ഞു, നീ ഒരു പുസ്തകം എടുക്കണം, ഞാൻ പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കാൻ പറഞ്ഞത്? യെരമ്യാ പ്രവചനം 30-ാം അധ്യായം നോക്കിക്കേ. 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തുടങ്ങി. യഹോവയിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. എന്താ ദൈവമേ എഴുതാൻ പറഞ്ഞത്? ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും. 2600 വർഷം മുമ്പ് യെരമ്യാവിലൂടെ ദൈവം പറഞ്ഞു, എഴുതി വെക്കണം. ചരിത്രത്തിൽ ഒരു കാലഘട്ടം വരും, ഒരു സമയം വരും, ഞാൻ അവരെ മടക്കി വരുത്തും. മടക്കി വരുത്തുക മാത്രമല്ല, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരും.
അബ്രഹാമിനോട് രക്ത ഉടമ്പടിയാൽ, നിത്യ ഉടമ്പടിയാൽ കൊടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ്. യഹൂദൻ കുടിയേറുവാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ലോകം വെച്ച് നീട്ടി 17 സ്ഥലങ്ങൾ എൻ്റെ കയ്യിൽ ആ പേരുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ജനപ്പാർപ്പ് കുറവുള്ള 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടാം. നിങ്ങൾ അവിടെ പോയി രാജ്യം സ്ഥാപിച്ചോ. പക്ഷേ ദൈവം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നോക്കിക്കേ. അങ്ങനെ ഒരു കാലം വരും. ഞാൻ വേറൊരു വാക്യം ഒന്ന് എടുത്തോട്ടെ, മനസ്സിൽ വളരെ പ്രേരണ തോന്നുന്നു. എസെക്കിയേൽ പ്രവചനം 36 അധ്യായം എടുത്ത് ഞാനതിൽ വളരെ അത്യാവശ്യമുള്ളത് മാത്രം പറയട്ടെ. എസെക്കിയേൽ പ്രവചനം 36 അധ്യായം. ഈ 36 അധ്യായത്തിൽ നിങ്ങൾ ഒരു പെൻസിലോ പേനയോ എടുത്തൊരു വാക്ക് അടയാളപ്പെടുത്തുക. ഐ വിൽ, ഐ വിൽ, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുമെന്ന് ഈ 36 അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഐ വിൽ എന്ന് 21 പ്രാവശ്യമുണ്ട്. എസെക്കിയേൽ 36 ദൈവം പറയുകയാണ്, ഐ വിൽ, ഐ വിൽ, ഐ വിൽ, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. 21 പ്രാവശ്യം പറയുന്നുണ്ട്. ആ 21 പ്രാവശ്യവും യഹൂദനുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഒരു വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ 24 വാക്യം നോക്കിയേ. 24 വാക്യം, ഞാൻ നിങ്ങളെ ജാതികളുടെ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടുക. ജാതികൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ നേഷൻസ് എന്നാണ്. ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളിൽ നിന്ന് കൂട്ടും. എങ്ങോട്ട് കൂട്ടും? നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്ന യഹൂദൻ എവിടെ നിന്ന് വന്നതാണ്? ഏതാണ്ട് 130 രാജ്യത്തുനിന്ന് വന്നതാണ്. ഓ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് യഹൂദയിൽ പാർക്കുന്നവർ, ഇസ്രയേലിലുള്ള ജനങ്ങളെ ദൈവം 130 രാജ്യത്തുനിന്ന് വരുത്തി, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുത്തി. ലോകം അവർക്ക് 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവരും. എന്തിനാ ദൈവം ഇപ്പം കൊണ്ടുവന്നേ? ഒരു വാക്യം കൂടെ ഒന്ന് എടുത്തോട്ടെ. യെരമ്യാ പ്രവചനം, അവിടെ നിന്ന് 2 വാക്യം ഞാൻ കാണിച്ചോട്ടെ. കഴിഞ്ഞ 2000 വർഷം 16 വാക്യം. യെരമ്യാ പ്രവചനം 16 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നു, അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കയില്ല. നിങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ, അന്യദേശത്ത് കിടക്കുമ്പോൾ നിങ്ങളോട് ഞാൻ കൃപ കാണിക്കത്തില്ല. എന്നാൽ 102 സങ്കീർത്തനം ഒന്നെടുത്ത്, 102 സങ്കീർത്തനം ബൈബിളുള്ളവരൊന്നെടുത്താട്ടെ. 102 സങ്കീർത്തനം, അവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ 2000 വർഷം ദൈവം കൃപ കാണിച്ചില്ല. 102 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം, നീ എഴുന്നേറ്റ് സിയോനോട് കൃപ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതേ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ദൈവം പറഞ്ഞ ഒരു കാലഘട്ടം, ഞാൻ നിങ്ങളെ വീണ്ടും മടക്കി വരുത്തുന്ന ഒരു കാലമുണ്ട്. യെരമ്യാവിനോട് പറഞ്ഞു എഴുതി വെക്കാൻ. ഇവിടെ വായിക്കുന്നു, ദൈവം എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിച്ചു, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നു. ദൈവം കൃപ കാണിക്കുന്നു. യഹൂദനെ മടക്കി കൊണ്ടുവന്നു. അവിടെ നോക്കിക്കാട്ടെ, നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അനിവും തോന്നുന്നു. ഇസ്രയേൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഞാൻ അനേക പ്രാവശ്യം ഇസ്രയേലിൽ പോയിട്ടുണ്ട്. വിലാപം അതിൻ്റെ ഭാഗത്തൊക്കെ ചെന്നാൽ കാണാം, യഹൂദൻ കല്ലുകളെ ചുംബിക്കുന്നു.
സ്ത്രീകളൊക്കെ കുഞ്ഞുങ്ങളെ നെഞ്ചത്ത് കെട്ടിയിട്ട് ആ കല്ലിൻ്റെ അവിടെ പ്രാർത്ഥിച്ച് തല കൊണ്ടിട്ട് ഇടിക്കുന്നു. പ്രവാസത്തിൽ ലോകത്തിൽ ചിതറിക്കിടന്നപ്പോൾ എല്ലാ വർഷവും അവർ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം യെരുശലേമിൽ, അവസാനം അവർ യെരുശലേമിൽ വന്നു. അവിടെ വന്നപ്പോൾ ആ കല്ലുകളെ ചുംബിക്കാൻ തുടങ്ങി. എപ്പോഴാണ് അത് സാധിച്ചത്? 2000 വർഷം സാധിച്ചില്ല. ദൈവം കൃപ കാണിച്ചപ്പോൾ അത് സാധിച്ചു. ഇനി ഒരു വാക്യം ഞാൻ അതോട് ചേർത്ത് വായിക്കട്ടെ. അടുത്തായിട്ട് എന്താ പറഞ്ഞത്? 15-ാം വാക്യം, യഹോവ സിയോനെ പണിയും, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. സ്തോത്രം, സ്തോത്രം. യഹോവ സിയോനെ പണിയും, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. വിശ്വസിക്കുന്നോ? ഈ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ യഹൂദനോട് കൃപ കാണിക്കുന്ന ഒരു കാലമുണ്ട്, ഞാൻ അവരെ പണിയുന്നൊരു കാലമുണ്ട്. അന്നവർ വന്ന് കല്ലുകളെ ചുംബിക്കും. ഇത് സംഭവിക്കുമ്പോൾ, യഹോവ സിയോനെ പണിയുമ്പോൾ, അവൻ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അത് മഹത്വ പ്രത്യക്ഷതയാണ്. അതിന് 7 വർഷം മുമ്പെങ്കിലും കാഹളം ധ്വനിച്ച് ഉൽപ്രാവണം നടക്കണം. ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. എനിക്ക് മുന്നോട്ട് എടുക്കാൻ എനിക്ക് വളരെ നിർബന്ധമാണ്. പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ പ്രസംഗം നിർത്തണമെന്ന്. ആവർത്തനം 11 നിന്ന് ഒരു വാക്യമെങ്കിലും ഞാനൊന്ന് കാണിച്ചോട്ടെ. ആവർത്തനം 11. സൗരന്മാരെ, ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടം. ആവർത്തന പുസ്തകം നോക്കിയാട്ടെ. അവിടെ ക്ഷമിക്കണേ, ആവർത്തന പുസ്തകം അവിടെ നമ്മൾ എടുത്ത് വായിക്കുന്നുണ്ട്. അതായത് ഇവരെ മടങ്ങി വരുമ്പോൾ ദൈവം മാനവരാശിക്ക് കൊടുത്തിരിക്കുന്ന ഒരു അടയാളമാണ് 28-ാം അധ്യായം. ക്ഷമിക്കണേ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം. 28-ാം അധ്യായം 28-ാം അധ്യായം മുഴുവൻ യഹൂദനെ കുറിച്ച് പറയുകയാണ്. പറഞ്ഞിട്ട് പറയുന്ന വാക്ക് നോക്കിയാട്ടെ, 45 അവ അടയാളവും അത്ഭുതവുമാണ്. യഹൂദന് സംഭവിക്കുന്നത് അടയാളമാണ്, അത്ഭുതമാണ്. ഇറ്റ് ഈസ് എ സൈൻ. അതൊരടയാളമാണ്. യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നിന്റെ വരവിന് അടയാളമെന്ത്? പ്രിയപ്പെട്ട, ഇവിടെ വേദവാക്യം വായിച്ചില്ലേ? മത്തായി 24. നിന്റെ വരവിന്റെ അടയാളമെന്ത്? യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഒരടയാളം ചോദിച്ചു, നിന്റെ വരവിന്റെ അടയാളമെന്ത്? അടയാളങ്ങൾ നല്ല പറഞ്ഞത്, അടയാളമെന്ത്? കർത്താവ് എന്താ അതിന് പറഞ്ഞത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. അതിൻ്റെ കൊമ്പ് വീണ്ടും തളിർക്കും. ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രമാണ്. ആ വൃക്ഷം വീണ്ടും തളിർത്തു. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ അടുക്കലാണെന്ന് അറിഞ്ഞോളാൻ പറഞ്ഞു. സൗരന്മാരെ, നമ്മുടെ കർത്താവ് വാതുക്കലായിരിക്കുകയാണ്. അന്ത്യകാല സംഭവങ്ങളുടെ ആ പട്ടിക തുറക്കുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പ്, യഹൂദന്റെ മടങ്ങി വരുവാണ്, യഹൂദ രാഷ്ട്രമാണ്. സഭയുടെ പണി പൂർത്തീകരിച്ച് അവരവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അനന്തരം ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരം വീണ്ടും പണിയും. ഞാൻ ശേഷിക്കുന്ന 5 മിനിറ്റ് ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. എന്തിനാണ് കർത്താവ് വീണ്ടും വരുന്നത്? കർത്താവ് ഒരിക്കൽ വന്നു എന്നുള്ളത് സത്യമാണ്. എബ്രായലേഖനം 9-ാം അധ്യായം നോക്കാം. കർത്താവിൻ്റെ 2 വരവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്.
26 വാക്യം. അവിടെ 26, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യരെ നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്നു. എന്തിനാണ് വന്നത്? നാം ഇവിടെ വായിക്കുന്നു, സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം. സ്നാപയോഹന്നാൻ കണ്ടു യേശുക്രിസ്തു നടന്നു പോകുന്നത്. നല്ല ശിഷ്യഗണങ്ങളോട് അവൻ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത്? സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെടൂ. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അവൻ അർപ്പിക്കപ്പെട്ടു. എൻ്റെ പാപം, നിങ്ങളുടെ പാപങ്ങൾ പിതാവായ ദൈവം അവൻ്റെ മേൽ ചുമത്തി. ആ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ അവൻ കയറി. അത് വിശ്വസിച്ചവർ, അംഗീകരിച്ചവർ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചവരല്ല. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചവരല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ടേറ്റു പറയുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവൻ രണ്ടാമത് വരുന്നു. എന്തിനാണ് വരുന്നത്? എബ്രായലേഖനം 9:28 വാക്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. തനിക്കായി കാത്തു നിൽക്കുന്നവർ അവരാരാണ്? രക്ഷിക്കപ്പെട്ട ദൈവജനം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം തങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് അംഗീകരിച്ചവർ, അവരെ രക്ഷിപ്പാൻ കർത്താവ് രണ്ടാമത് വരും. അവൻ മധ്യാകാശത്തിൽ വരും. ഈ ലോകം ഭയാനകമായ പീഡന കാലഘട്ടത്തിലോട്ട് നീങ്ങുകയാണ്. അന്തിക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് നീങ്ങുകയാണ്. ഭയങ്കരമൊരു ക്രോധം വരാൻ പോവുകയാണ്. എന്നാൽ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ സംഭവിക്കും. നോഹ പെട്ടകത്തിൽ കടന്നു, ജലപ്രളയം വന്നു, ലോത്ത് സോദോം വിട്ടു, അഗ്നി വന്നു. മനുഷ്യപുത്രന്റെ വരവിൽ അതുപോലെ സംഭവിക്കും. ഒരു നീതിമാനായ ലോത്ത്, വലഞ്ഞുപോയ ലോത്ത്, ദൂതൻ കടന്നു എന്ന് എന്താ പറഞ്ഞത്? നീ ഇവിടെ നിന്ന് പോകുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ നീതിമാനായ ലോത്തിനെ ആ പട്ടണത്തിന് പുറത്താക്കിയിട്ടാണ് ദൈവത്തിൻ്റെ ക്രോധാജ്ഞ ആ പട്ടണത്തിൽ വന്നത്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവജനം. തങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ കർത്താവ് മരിച്ചെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച ജനം. അവനൊന്നാമത് വന്നത് ഏതാണ്ട് 300 പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തു ഒന്നാമത് വന്നത് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ. ഇനിയും അവൻ രണ്ടാമത് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? അവന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. എൻ്റെ പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇസ്രായേൽ രാഷ്ട്രം മടങ്ങി വന്നിരിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ്. നാം ജീവിക്കുന്നത് കാലത്തിൻ്റെ അന്ത്യത്തിലാണ്. നാളെ നമുക്ക് നോക്കാം. ഒരു 3-ാം ലോകമഹായുദ്ധം, ഒരു ന്യൂക്ലിയർ യുദ്ധം ഇവരോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അതിലേക്ക് കലാശിക്കും. നാളെ അത് ചിന്തിക്കാം. നാം വന്നെത്തിയത് കാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ്. ഈ കർത്താവിനെ ഇന്ന് വരെയും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവരെന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ, ഈ കർത്താവിനെ ഈ രാത്രിയിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ആ ഉറപ്പുള്ളവരായി സന്തോഷവും സമാധാനമുള്ളവരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവജനം
അവനെ കാണാൻ നമ്മൾ സമയമായി. അവനിൽ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് അവനെ കാത്ത് നമുക്കിരിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.